എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി. പക്ഷെ എന്റെ മകളിനെ ഞങ്ങൾക്ക് കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. ഒരു മാസത്തോളം എന്താണ് വെന്റിലേറ്ററിൽ കഴിയാണ്. ഒന്ന് എടുക്കാനോ കൊഞ്ചിക്കാനോ ഉള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇല്ലാതെ പോയിരിക്കുകയാണ്. എല്ലാ കുട്ടികളും പുറത്തുനിന്ന് കളിക്കണ ആൾക്ക് കൊതിയാവാണ് ഞങ്ങളുടെ കുട്ടിനെ ഞങ്ങൾക്ക് ഒന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് അസുഖങ്ങളായിട്ടാണ് എന്താണ് കുട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഒരു ദിവസം തന്നെ കൂടുതൽ ചെലവാണ്. ഞങ്ങളുടെ കയ്യിൽ ഒന്നും എടുക്കാനില്ല. ഉള്ള സ്വർണ്ണങ്ങൾ പണയം വെച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇതുവരെയ്ക്ക് മുന്നോട്ട് പോയത്. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. ആ കുഞ്ഞിനെ ഒന്ന് അടുത്ത് കണ്ട് നമുക്ക് ഒന്ന് വീഡിയോ പകർത്താൻ പോലും സാധ്യമല്ല. ഇൻഫെക്ഷൻ കാരണം ICUവിൽ കിടക്കുന്ന, വെന്റിലേറ്ററിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ നേരിട്ട് കണ്ട് ഒരു വീഡിയോ പകർത്താനും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനും സാധിക്കാത്തത് കൊണ്ടാണ് ഈ അമ്മ തന്നെ അവരുടെ പെർമിഷനോടുകൂടി ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കുന്നത്. ഒരു അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ വരുത്തരുത്. ഞങ്ങൾക്കിനി വേറെ ആരും, ഞങ്ങളുടെ മുന്നിൽ വേറെ ആരുമില്ല. ഈ കാണുന്നവർ ഞങ്ങളെ സഹായിക്കുക. എൻ്റെ ഒരവസ്ഥ ഇനി വേറെ ആർക്കും ഉണ്ടാവരുത്. എൻ്റെ മോളാണ് ഹോസ്പിറ്റലിൽ 30 ദിവസമായി. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ആളുടെ ജീവൻ ഇതുവരെ നിന്നു പോകുന്നത്. ശ്വസിക്കാനോ എല്ലാത്തിനും ഒരു മിഷന്റെ സഹായത്തോടെ എൻ്റെ കുട്ടി ഒന്നും നേരെ പോയി കാണാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥ, നെഞ്ചു പൊട്ടുന്ന അവസ്ഥയിൽ. പ്രിയപ്പെട്ടവരെ, രാഹുൽ ഒരു അച്ഛന്റെ വേദനയാണ് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ ഒരു മാസത്തോളമായി വെന്റിലേറ്ററിട്ട് മെഷീനറികളുടെ ജീവൻ മാത്രമാണ് ആ കുട്ടിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. 7 മാസം തികയുന്നതിന് മുന്നേ പ്രസവിച്ച ഒരു പൊന്നു മാലാക കുഞ്ഞു നമ്മുടെ ചെറു കൈകളിൽ ഒതുങ്ങുന്ന മാത്രം ഒരു ഇറച്ചി കഷ്ണമായിട്ട് കിടക്കും. അവൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഈ 1 മാസം കൊണ്ട്. എന്നാൽ സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ ആ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പാടില്ല. രാഹുലൊക്കെ നമ്മളോട് വളരെ സങ്കടത്തോടെ പറയാൻ, അതിനൊന്ന് എടുത്ത് ഒരു ഉമ്മ കൊടുക്കാൻ പോലും അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്റെ മോനാണ് രാഹുലിന് ഇങ്ങനെ ഒരു കുട്ടിന്റെ താമ്പകടമായി. അവർക്ക് അച്ഛനില്ല, അമ്മ 2-3 കൊല്ലമായി ഇടുപ്പ് കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുകയാണ്. കുട്ടികൾ പണി ചെയ്തിട്ട് വേണം കഴിയണമെങ്കിൽ. ഞങ്ങൾക്കൊരു നിവൃത്തിയുമില്ല. 2-3 സ്ഥലം മെഡിക്കൽ കോളേജിൽ അന്വേഷിച്ചു, എവിടെയും കിട്ടിയില്ല. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇതിന് നിന്ന്. നിങ്ങൾ രക്ഷിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. കാല് പിടിച്ച് പറയണം കുട്ടിനെ രക്ഷിച്ചു തരണം. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയുമില്ല. അവർ പണി ചെയ്തിട്ടേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ രക്ഷിച്ചു തരും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ഞാൻ അമ്മയാണ്. ഞാൻ നമ്മളും വയ്യാത്ത ഒരാളുമാണ്. ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ് കഴിയുന്നത്.